ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പൈൽ റീഡിംഗ് എടുക്കാം കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഒന്നാമത്തെ പൈല് കണ്ടിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പൈലും കൂടെ കണ്ടു നോക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ മുന്നിലെത്തൂ. അതായത് നിങ്ങളുടെ ഡിവൈൻ ടൈം ആയെങ്കിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഡിവൈൻ ടൈമിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തും. നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യം. അതൊരു പൈൽ റീഡിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോ 2 പൈലുണ്ട്. നമുക്ക് ഏതൊക്കെ പൈലാണെന്ന് നോക്കാം അല്ലെ. ഇത് ജസ്റ്റിസ് ആണ് ഒന്നാമത്തെ പൈലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ലൈഫിൽ ഒരു ജസ്റ്റിസ് കിട്ടാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ലവിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ നടക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ അതിന് ടൈം ആയിട്ടുണ്ട്. അതാണ് ഈ ലവേഴ്സ് കാർഡ്. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള ഈ ഫയല് സെലക്ട് ചെയ്യാം. ലവേഴ്സ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നാമത്തെ പൈല് ജസ്റ്റിസ്, രണ്ടാമത്തെ പൈല് ലവേഴ്സ്. ഇഷ്ടമുള്ളൊരു പൈല് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൈല് സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പൈലായ ജസ്റ്റിസിലേക്ക് പോകാം. ജസ്റ്റിസ് കാർഡിന്റെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഷഫിൾ ചെയ്തേക്കാം കേട്ടോ. ഷഫിൾ ചെയ്ത് ഞാൻ കാർഡ് വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ ഈ വീഡിയോ മുന്നിൽ വരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡിവൈൻ ടൈമില് ദൈവം മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരിക്കാം. പക്ഷെ അതിനൊരു പെർഫെക്റ്റ് ടൈം ഉണ്ട്, ഒരു ഡിവൈൻ ടൈം. ആ ഒരു ടൈമിൽ മാത്രമേ നടക്കൂ. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നടക്കില്ല. അപ്പൊ ആ ഒരു ടൈമിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ടൈം ആയിട്ടുണ്ടെങ്കിൽ നടക്കും. അപ്പൊ അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇതിവിടെ എനിക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്, 5 of കപ്പ് കിട്ടിയിട്ടുണ്ട്, സണ്ണ് കിട്ടിയിട്ടുണ്ട്, 2 കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. Queen of Pentacles, Ace of Cup, Page of Wands. ഇനി നമുക്ക് ഈ ഒരു ഏഞ്ചൽ മെസ്സേജിന്റെ കാർഡോടെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഡിവൈൻ ടൈമില് നിങ്ങളുടെ മുന്നിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത് അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ 8 പോർട്ടൽ വന്നപ്പോഴും നമ്മളെല്ലാം മാനിഫെസ്റ്റ് ചെയ്തിരുന്നില്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ, ലഭിക്കാനായിട്ട് സമയമായിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫൈവ് എന്ന നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ് പലർക്കും. 1 എന്ന നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 ഇവിടെ 2 സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പൊ ആർക്കൊക്കെ 5 എന്ന നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2, 1 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക്. 9 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9 മന്ത് ആകുമ്പോഴേക്കും എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. 1 ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ വരുന്നുണ്ടോ. 1 ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ എനിക്ക് 2 1 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു 5 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, വരാൻ പോകുന്നു. അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലാവാം,
2 ദിവസത്തിനുള്ളിലാവാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എപ്പോഴാണോ ഡിവൈൻ ടൈം ആയ ദേവേഴ്സ് ആ സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അതൊക്കെ വരും കേട്ടോ. എല്ലാവർക്കും ഒരുപോലല്ല. ചിലർക്ക് 1 ദിവസം മതി, ചിലർക്ക് 2 ദിവസം, ചിലർക്ക് 2 ആഴ്ച വേണ്ടി വരും, ചിലർക്ക് 2 മാസം വേണ്ടി വരും. ഓരോരുത്തരുടെയും ഡിവൈൻ ടൈം ആകുമ്പോഴാണ് ഓരോന്നും വരിക. നിങ്ങൾക്ക് അത് വരേണ്ടതായിട്ടുള്ളൊരു സമയം യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മാത്രമേ വരൂ, നമ്മൾ എത്ര കാത്തിരുന്നാലും. 7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. 5 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 5 വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് അതും 5 ആണ് കേട്ടോ. ചിലർക്ക് 5 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ 5 മണിക്കൂറിനുള്ളിലാവാം, 5 അവേഴ്സിനുള്ളിലാവാം, അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിലാവാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു കോടതിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒരു എന്തെങ്കിലും ഒരു ഭൂമിയുടെ വസ്തുവിന്റെയോ കേസോ തർക്കങ്ങളോ, നിങ്ങളുടെ എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ്, നിങ്ങൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, വസ്തു തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് ലഭിക്കാതെ മറ്റുള്ളവർ പിടിച്ചു വെച്ച് കേസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുകൂലമായിട്ടൊരു വിധി വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പറഞ്ഞ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ഡിവോഴ്സിനായിട്ട് ഫയൽ ചെയ്തിട്ടുള്ളവര്, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് ഡിവോഴ്സ് വേണം അതിന് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒരു ഭാഗത്തുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് അത് തരുന്നില്ല, നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവോഴ്സ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ്. അങ്ങനെ നിങ്ങളൊരു കോടതിപരമായിട്ട് ഏത് കാര്യത്തിനാണോ നിങ്ങൾ കോടതി കേസ് ഫയൽ ചെയ്ത് കാത്തിരിക്കുന്ന എന്ത് കാര്യമായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം സണ്ണുണ്ട്, ജസ്റ്റിസ് ഉണ്ട്. മൊത്തത്തിൽ എല്ലാ കാർഡുകളും നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ എനിക്കിവിടെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടത് വിധി വരാൻ പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ട്രൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് കാർഡും ഉണ്ട്, സണ്ണുണ്ട്, 2 കപ്പ്, ഇതെല്ലാം ഏസ് കപ്പ്, ഇതെല്ലാം പറയുമ്പോൾ ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡുകളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയ വ്യക്തിയാവാം, നിങ്ങളുടെ ട്രൂ പ്രിയപ്പെട്ട ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഒരുപാട് പ്രിയപ്പെട്ട ഫ്രണ്ട് ആവാം, ചിലർക്ക് ലവർ ആവാം, ചിലർക്ക് ഹസ്ബൻഡ് ആവാം, ചിലർക്ക് വൈഫ് ആവാം, അങ്ങനെ നിങ്ങളുടെ ജോഡിയാവാം ചിലർക്ക്. അപ്പൊ ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ചേരാൻ ഒരു അവസരം കാണുന്നുണ്ട് എനിക്കിവിടെ. മിക്കവർക്കും ഒരു ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് ചിലർക്ക് അതൊരു ജോഡി തന്നെയാണ്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ജോഡിയാവാം, അല്ലെങ്കിൽ കാമുകന്മാരായിരിക്കാം, അങ്ങനെയുള്ള. അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു പുതിയ മാരേജ് വരുന്നുണ്ട് കാണുന്നുണ്ട്. പലർക്കും മാരേജിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. പലർക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാരേജ് ആവാം, അല്ലെങ്കിൽ അടുത്ത മാസം, ഈ ഒരു മാസം തന്നെ നിങ്ങളുടെ മാരേജ് ആവാം, നിങ്ങൾ കൂടിച്ചേരുകയാവാം, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരൽ ഒരു മാരേജിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും, ഒരുപാട് പേർക്ക് മാരേജിന്റെ ടൈം ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ടൈമാണ്. അതായത് ഏസ് ഓഫ് കപ്പ്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ലവ് ലഭിക്കാൻ പോകുന്ന ഒരു അവസരമാണ്. നിങ്ങളൊരു പുതിയ ഒരു സ്നേഹം അനുഭവിക്കാൻ പോകുന്ന ഒരവസരമാണ്. കാരണം പുതിയതായിട്ട് നിങ്ങൾ മാരേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പുതിയൊരു ലൈഫാണല്ലോ, ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് പലർക്കും, ആ ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പിരിഞ്ഞിരുന്ന, ചിലപ്പോൾ ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും ഒരുപാട് നാളായിട്ട് പിരിഞ്ഞിരുന്നവർ ഒരുപക്ഷെ കൂടി ചേരുന്നുണ്ടാവാം. നിങ്ങൾ
ഡിവോഴ്സിനായിട്ട് ഫയൽ ചെയ്തിരുന്നിട്ട് അവസാനം ഡിവോഴ്സ് വേണ്ട എന്ന് കുറച്ച് പിരിഞ്ഞിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരുമിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാനും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഒന്നിച്ചു ചേരുന്നതായിട്ട് കണ്ടുണ്ട് ചില വ്യക്തികൾ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ട്രൂ ലവിന്റെ ഒരു കൂടിച്ചേരലിന്റെ ഒരു സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് ലഭിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. സണ്ണാണ്, ഒരുപാട് പേരുടെ ലൈഫിലേക്ക് സൺ വരികയാണ്. അതായത് നിങ്ങളുടെ നല്ല സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്. സമയം സൂര്യൻ ഉദിച്ചിരിക്കുന്നു നിങ്ങളുടെ ലൈഫില്, നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് അതൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒന്നിന് പുറകെ ഒന്നായി നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം. നമ്മള് മോശം സമയമായിരുന്നപ്പോ നമ്മുടെ ലൈഫിലേക്ക് എല്ലാം ഒന്നിന് പുറകെ ഒന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നില്ലേ എന്ന ആ ഒരു അവസ്ഥയിൽ ഇതുവരെ ജീവിച്ചിരുന്ന നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളായിരിക്കാം ചിലരുടെ ലൈഫിൽ. ആ നഷ്ടങ്ങളിലൂടെ പോയിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു നഷ്ടങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ലാഭമായിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. സണ്ണാണ്, സൺ സക്സസും സന്തോഷവും കൊണ്ടുവരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ട ലവ് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് പണവും ഇഷ്ടംപോലെ പണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകണം. പണം നിങ്ങൾക്ക് നാനാ വഴികളിലൂടെയാണ്, ഇഷ്ടംപോലെ വഴികളിലൂടെ പണം ലഭിക്കാൻ പോകുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഇവിടെ ഇതുണ്ട്. ഇവിടെ നിറയെ പെന്റക്കിൾസ് ആയിട്ടുള്ള ഒരു 9 ഓഫ് പെന്റക്കിൾസിന് ഒരു നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുഭവിക്കാൻ പോകുന്നു നിങ്ങൾ. അങ്ങനെയാണ് എനിക്കിവിടെ കാണുന്നത്. എല്ലാ കാർഡുകളും അതാണ് ഇവിടെ പറയുന്നത്. അതുണ്ട്. ഒരു വലിയ വീടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. കൊട്ടാരം പോലത്തെ വീടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതൊക്കെ ഒരുപാട് സാമ്പത്തികം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് കേസിലൊക്കെ കിടക്കുന്ന നിങ്ങളുടെ വസ്തു തിരിച്ചു കിട്ടുന്നുണ്ടാവാം. നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ ഒരുപക്ഷെ വല്ല കോടതി കേസിലൊക്കെ പെട്ട് കിടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ ജപ്തി ചെയ്ത് പോയിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് പോയിരുന്ന സംഭവങ്ങൾ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവ നിങ്ങൾ തിരിച്ചെടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലെ. എല്ലാം പോവാൻ, ഏതെല്ലാം നഷ്ടപ്പെടാൻ ഒരു സമയമുണ്ട്, അതുപോലെ തന്നെ എല്ലാം തിരികെ ലഭിക്കാനും ഒരു സമയമുണ്ട്. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് എപ്പോഴായാലും നമ്മുടെ ലൈഫിൽ ലോസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഒരുപാട് നാളുകളായി. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു ദിവസമായിരിക്കും, ചിലർക്ക് 1 മണിക്കൂറാവാം, 2 ദിവസമാവാം. അങ്ങനെ നിങ്ങൾക്ക് ഇത് കാണുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരാനായിട്ടുള്ള ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ശക്തമായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനയും മാത്രം പോരാ, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏത് രീതിയിലാണോ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആ ഹാർഡ് വർക്ക് എഫേർട്ട് എല്ലാം നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇവിടെ അബണ്ടൻസ് കാണുന്നുണ്ട്, അബണ്ടൻസ് ആണ് കാണുന്നത്. അതായത് ചിലരുടെ ടൈം ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അതാണല്ലോ ഇതുപോലത്തെ കാർഡുകൾ. ഈ ഒരു ജസ്റ്റിസിന്റെ എടുത്തവർക്ക് ഇവിടെ കാർഡ് ലവേഴ്സ്, സണ്ണ്, 2 കപ്പ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു കാർഡുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പെന്റക്കിൾസ്, ഇഷ്ടംപോലെ സാമ്പത്തികം വരുന്ന കാർഡ്. അപ്പൊ ഇതൊക്കെ കൂടെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര അബണ്ടൻസിന്റെ ഒരു എനർജി ചില വ്യക്തികൾക്കുണ്ട്. എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല. ചില വ്യക്തികൾക്ക് ഇത് കാണുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് അങ്ങനെയുണ്ട്. ചില വ്യക്തികൾക്ക് കുറേശ്ശെയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു ശുക്രൻ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ചില വ്യക്തികളുടെ ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ ചിലർക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ മോശ സമയം കഴിഞ്ഞു, ശനിദശയൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ശുക്രനിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ പടിപടിയായിട്ടാണ് ഓരോന്ന് വരിക. നമ്മുടെ എല്ലാം കിട്ടേണ്ട ഒരു ടൈമിലാണ് നമുക്ക് എല്ലാം വരുന്നത്. ലോട്ടറി അടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ലോട്ടറിയുടെ ആ ഒരു നിങ്ങളുടെ സമയം ലോട്ടറി അടിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ശുക്രദശയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വമ്പൻ ലോട്ടറികളൊക്കെ അടിക്കാം. ഇനി ലോട്ടറി ആയിട്ട് തന്നെ വന്നില്ലെങ്കിലും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ, വിചാരിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക്
ധാരാളം പണവും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സോഴ്സുകളായിരിക്കും ഉണ്ടാവുക. ഏതൊക്കെ വഴിയിലൂടെയാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ലാത്ത സോഴ്സുകളായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ അമേസിങ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യാത്ത അമേസിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ നല്ല നല്ല ജോലിക്കായിട്ട് നിങ്ങളൊക്കെ വിദേശത്ത് നിങ്ങൾ ജോലി പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കായിട്ട് കാത്തിരിക്കുമ്പോൾ വിദേശത്തോ നമ്മുടെ നാട്ടിലോ ഇന്ത്യയിലൊക്കെയുള്ള നല്ല നല്ല കമ്പനികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ആ രീതിയിലൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. വിദേശത്തൊക്കെ പോകാനും വേണ്ട കാര്യങ്ങളൊക്കെ കോഴ്സുകളൊക്കെ പഠിച്ച് റെഡി ആയിട്ടിരിക്കണം. നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ലൈഫിലേക്ക് ഒന്നും വരില്ല. അപ്പൊ നമ്മളുടെ ലൈഫിൽ സക്സസ് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കണം അല്ലെ. ഇവിടെ ഈ ഒരു നമ്മൾ ചെടികൾ നട്ട് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് അത് പിടിപ്പിച്ച് വളർത്തി എടുത്ത് ഫ്യൂച്ചറിൽ നമ്മൾക്ക് അതിന്റെ ലാഭം കൊയ്യാൻ പറ്റുന്നത് അല്ലെ, നമുക്ക് അതിന്റെ ഫലം എടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് ജോലി കിട്ടേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ അതും നല്ല കമ്പനിക്കാര് നിങ്ങളെ തെരഞ്ഞെടുത്ത് ജോലി നല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ജോലികൾ തരണമെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ക്വാളിറ്റി അത്രത്തോളം നമ്മൾ ഉയർത്തി വെക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ എത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ നല്ലൊരു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഫ്യൂച്ചറാണ് അല്ലെ. നല്ല ഫ്യൂച്ചറാണ്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. നമുക്ക് ജോലി എല്ലാം പഠിത്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ റെഡി ആയിരിക്കുന്നു, അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അതിനുള്ള ഒരു ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും അത് എത്തും. ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നമ്മൾ അതിന് ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത എഫേർട്ടിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്ക് തരും. നമ്മളെടുത്ത എഫേർട്ടിനുള്ളത് തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ മെഡിറ്റേഷനിലൂടെയും മാനിഫെസ്റ്റേഷനിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന്, നിങ്ങളുടെ ജന്മ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം പലരും. ചില വ്യക്തികൾ വളരെയധികം ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ അത് യൂണിവേഴ്സ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എന്തായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഹൈ പ്രീസ്റ്റസ്, ചിലരൊരു ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ, അതായത് ദൈവത്തോട് വളരെ അടുത്തിട്ട് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മതപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാവാം, മറ്റുള്ളവരെ ഹീല് ചെയ്യുന്നവരാവാം, ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണുന്നവരാവാം, ഒരുപാട് പേരുടെ കണ്ണുനീരൊപ്പുന്നവരാവാം. ആ ഒരു രീതിയിലൊക്കെ ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ചിലർക്ക് ടീച്ചിങ് ജോലികൾ ലഭിക്കുന്നുണ്ട്, ചിലർക്ക് മതപരമായിട്ടുള്ള ടീച്ചിങ്ങിന്റെ ജോലികൾ ലഭിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ട രീതിയിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ചില വ്യക്തികള് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നവരുണ്ടാവും. അതായത് നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം. ആ സ്വപ്നങ്ങളെ പുറകോട്ട് വലിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അംബീഷൻസ്, സ്വപ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങളത് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിന് നിനക്ക് അർഹതയുണ്ടോ, നീ എന്താണ് അങ്ങനെ, നിനക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട്, നിനക്കിപ്പോ വിദേശത്തൊക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, നിനക്കതിന് കാശുണ്ടോ പോകാൻ, അല്ലെങ്കിൽ നിനക്കതിനുള്ള യോഗ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്ന ആ ഒരു സാഹചര്യം അല്ലെ വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകും. അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. അതിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. അവരെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കാം. നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ല. നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകും. അപ്പൊ പലരോട് പറയുമ്പോൾ പലരുടെയും പല അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഒരാൾ ഒന്ന് പറയും, മറ്റൊരാൾ പറയുമ്പോൾ നിങ്ങൾ ഡൗൺ ആവും. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുക. നിങ്ങളത് കൊട്ടി ഒഴിച്ചുകൊണ്ട് നടക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്നതിനൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് നന്ദി ഉണ്ടാവണം. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. ഫോർഗീവ്നെസ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവരോട് നമ്മൾ എന്തൊരു കാര്യത്തിനും നമ്മൾ അവരോട് നേരിട്ട് പറയണമെന്നില്ല. നമ്മൾക്കത് ഫോർഗീവ് ചെയ്യും. നമ്മുടെ മനസ്സിൽ അത് നമ്മൾ ഫോർഗീവ് ചെയ്യും. മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് മനസ്സിൽ ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ സോളിനോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സോളിനെ വേദനിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മുടെ സോളിനെ അപമാനിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സോളിനോട് സോറി പറയേണ്ടതുണ്ട്. അതുപോലെ മറ്റുള്ളവരോട് നമ്മൾ സോറി പറയാൻ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, സന്തോഷകരമായ യാത്രയ്ക്ക് അനിവാര്യമാണ്. നമ്മൾക്ക് സന്തോഷം തരാത്തതായിട്ടുള്ള എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾക്ക് പ്രധാനമായും നമ്മുടെ സന്തോഷമാണ് വലുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വന്തം സന്തോഷം അത് നിങ്ങളെ ബഹുമാനിക്കുന്ന തുല്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും മാറ്റി വെക്കേണ്ടതില്ല. നമ്മളുടെ സോളിന് വേണ്ടത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ സന്തോഷം അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങളെ സ്നേഹിക്കുക, അതായത് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. നമ്മളൊരു റെസ്പെക്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അത് ലഭിക്കാതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകൾ, അതായത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നും. ഇത് എനിക്ക് ലഭിക്കില്ല, അതെനിക്ക് കിട്ടില്ല എന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ കളയണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയേണ്ടതുണ്ട്. എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളത് എല്ലാം കേട്ടോ. ഇവിടെ മൃഗങ്ങളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ക്യാറ്റിനെയും ഡോഗിനെയും ഒക്കെ വളർത്തുന്നുണ്ടാവാം, പക്ഷികളെ വളർത്തുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുടെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പലരും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പാർട്ട്ണറെ ചേർത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരുപാട് പുതിയ തുടക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ 5 കപ്പ് എനർജി വളരെ ഇതുണ്ട്. 2 5 കപ്പ് കാർഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ട ഏതോ വ്യക്തികൾ, ആ വ്യക്തിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അനേകമായിട്ട് നഷ്ടപ്പെട്ട വ്യക്തികളാണെന്ന് തോന്നുന്നു. 2 5 കപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം വിഷമിച്ച് സാഡായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ആ ഒരു വ്യക്തി നഷ്ടപ്പെട്ടത്, ഇപ്പൊ വ്യക്തി ഒരുപക്ഷെ മരണപ്പെട്ടതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് ആവാം. നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങളുടെ ഉപേക്ഷിച്ച് മറ്റൊരാളിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പൊ ഇത് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തികമാവാം, നഷ്ടപ്പെട്ട സാമ്പത്തികമാവാം, നിങ്ങളുടെ വീടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ട വ്യക്തികളോ സാഹചര്യങ്ങളോ നിങ്ങളുടെ സ്വത്തുക്കളോ ഒക്കെ നിങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടാവാം എന്ന് എനിക്കിവിടെ കാണുന്ന ഒരു ലേഡി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാർഡുണ്ട്, ഒരു മെന്നും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു നമ്പറാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ഈ നഷ്ടം നിങ്ങൾ പൂർണ്ണമായിട്ടും മറക്കുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയെങ്കിൽ നിങ്ങൾ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല.
ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു പുതിയ ലൈഫ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് നല്ല സന്തോഷം നിറഞ്ഞൊരു ലൈഫ് ഉണ്ട്. അതായത് ഈ മറിഞ്ഞു കിടക്കുന്ന 3 കപ്പ് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതാണ്. അത് വ്യക്തിയാവാം, സാഹചര്യങ്ങളോ, സ്വത്തോ, പണോ, എന്തെങ്കിലും ആവും. അപ്പൊ അതോർത്ത് ഇപ്പോഴും വിഷമിച്ച ആ ഒരു ചിന്തകളും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് നിവർന്നിരിക്കുന്ന 2 കപ്പ് കാണുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ആ സംഭവിച്ച കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ പാസ്റ്റിൽ പ്രീവിയസ് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനിയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം എന്തെങ്കിലും കാര്യങ്ങൾ, അതൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം, ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ യൂസ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും വിട്ട് കളയാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ട് കളയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരാത്തത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ഒഴിവ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഒഴിവുണ്ടാവണം. അപ്പൊ ആ ഒരു ഒഴിവുണ്ടെങ്കിൽ അവിടെ ഒരു സംഭവം അങ്ങോട്ടേക്ക് വരണ ഒരു ഒഴിവുണ്ട്. അപ്പം ആ ഒരു സംഭവം നിങ്ങൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അല്ലാതെ നിങ്ങൾ വീണ്ടും ആ പഴയ നടന്നിരിക്കുന്ന ആ നിങ്ങൾ മറക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരികയുള്ളൂ. പുതിയതായിട്ടുള്ള ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വ്യക്തി അങ്ങനെ നഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായി മറക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തി വരൂ. അതുകൊണ്ട് എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയിൽ തന്നെ അവരെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മരിച്ചുപോയി, നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മറക്കേണ്ടതില്ല. പക്ഷെ നിങ്ങൾക്കൊരു പുതിയ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ആ ഒരു വ്യക്തിയെ മറന്ന് നിങ്ങളൊരു പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കണം. മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലേ വരൂ. അത് ലവേഴ്സിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു മാരേജ് കഴിഞ്ഞ് പോയിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോയിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് ഉണ്ടാവില്ല, പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല. അതിനെ പൂർണ്ണമായും നിങ്ങൾ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ ലെറ്റ് ഗോ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയുക. അതിന് വേണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ലൈഫ് വരൂ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം. നിങ്ങളുടെ സ്വത്തും പണവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെന്റെ ലൈഫിൽ നിന്ന് പോകാനുള്ളതായിരുന്നു, അതുകൊണ്ട് പോയി. അതെനിക്ക് വീണ്ടും ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പുതിയൊരു വീട് വേണം, അല്ലെങ്കിൽ ഇനിയും നല്ല ജോലിയും ബിസിനസ്സിലൂടെയൊക്കെ എനിക്ക് നല്ല സമ്പാദ്യം വേണം എന്ന് നിങ്ങൾക്ക് വേണ്ടതിനെ ആഗ്രഹിക്കുക. ആ രീതിയിൽ ആഗ്രഹിക്കുമ്പോഴത്തേക്കിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അതൊക്കെ വരുന്നത്. ഇതിവിടെ പ്രത്യേകം നിങ്ങളോട് ആരോടൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതാണ് 2 കാർഡ്. പ്രത്യേകം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലൈഫ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പാസ്റ്റിനെ പൂർണ്ണമായിട്ട് വിട്ടുകളയുക. ഫ്യൂച്ചറിൽ എന്താണ് വേണ്ടത് അതിനെ നിങ്ങൾ ചിന്തിക്കുക. പ്രസന്റിലും ഫ്യൂച്ചറിലും നിങ്ങളുടെ ലൈഫിന് സന്തോഷം തരേണ്ടതും നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളും ചിന്തിക്കെങ്കിൽ മാത്രമേ അത് വരൂ. അതുകൊണ്ടാണ് പലരുടെയും മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ആവാത്തത്. നിങ്ങൾ ഇപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വരാത്തത്. അപ്പോൾ അതിനെ പൂർണ്ണമായും വിട്ടുകളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് കേട്ടോ. അതിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എനിക്ക് റീഡിങ്ങിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ ഡിവൈൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്തും, നിങ്ങളത് കേൾക്കും കേട്ടോ. എന്നിട്ട് ഇതിൽ യൂണിവേഴ്സ് ആയിട്ട് പറയാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക, പ്രാവർത്തികമാക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ. നിങ്ങളുടെ ലൈഫ് സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2ാമത്തെ ഫയൽ നോക്കാം. 2ാമത്തെ ഫയലിൽ ലവേഴ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ട്രൂ ലവ് വരുന്നുണ്ട്. നിങ്ങൾ ഡിവൈൻ ലവ്, അത് നിങ്ങൾ ചേരേണ്ട ജോഡി തന്നെ ട്രൂ ലവ് വരികയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, ട്രൂ ലവ് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാവാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അതാണ് ആ കാർഡുകൾ കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ കാണാതെ അല്ലെങ്കിൽ പിരിഞ്ഞതിന് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കൂടിച്ചേരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്ഷിപ്പ് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള വളരെ ആഴത്തിലുള്ള
ലവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അതിൽ നിന്ന് ആ അസുഖങ്ങളിൽ നിന്നൊക്കെ എന്താ പറയാ മുക്തരാകാൻ പോകുന്നുണ്ട്. ആ അസുഖങ്ങളൊക്കെ നിങ്ങളെ വിട്ടു പോകുന്നു. നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് റിക്കവർ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വെൽത്തും ഓക്കെ ആവാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാർഡൊന്ന് എടുക്കാം. ഫൈവ് ഓഫ് സോർട്സ്, 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. കിങ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, Ace of Pentacles, 6 of Wands, Hanged Man, 5 of Pentacles, 4 of Pentacles. നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വീഡിയോസ് ആണ്. ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. 6 of Wands, ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് 6 വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 ഇമ്പോർട്ടന്റ് ആണ്, 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 മാസത്തിനുള്ളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് 2 6 ഉണ്ട്. അതുകൊണ്ട് 6 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 5 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലും രോഗങ്ങളിലും ഒക്കെ പെട്ടിരിക്കുന്ന വ്യക്തികളെ എനിക്ക് ഇവിടെ കാണാം. നിങ്ങൾ ആ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് ലവേഴ്സ് കാർഡിനകത്ത് നിങ്ങൾ അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അസുഖം ഭേദമായി നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആകാൻ പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് അസുഖമായാലും, ഇപ്പം ക്യാൻസറോ കിഡ്നിയുടെയോ ഹാർട്ടിന്റെയോ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, ഞാൻ പേരെല്ലാം എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ബെഡിൽ കിടപ്പായിരിക്കാം, പല പല അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഉള്ള കാർഡിൽ എനിക്ക് കിട്ടി നിങ്ങളുടെ അസുഖങ്ങൾ ഭേദമാകാൻ പോകുന്നു എന്നുള്ളതാണ് കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു കാർഡ് വന്നപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ള കാർഡ് എനിക്ക് ഇവിടെ കിട്ടി. ഒരുപാട് രോഗങ്ങളാൽ വലയുന്ന വ്യക്തികളെ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് മുറിക്കുള്ളിൽ തന്നെ അടക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കിടക്കയിലായിരിക്കുന്ന വ്യക്തികൾ, ഹോസ്പിറ്റലിൽ ഒരു മുറിക്കുള്ളിലായിരിക്കുന്ന വ്യക്തികൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവര്, അല്ലെങ്കിൽ അങ്ങനെ രോഗത്താൽ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ഒരു രോഗം കൊണ്ട് വലഞ്ഞ് നിങ്ങളുടെ ആരോഗ്യം വല്ലാത്തൊരവസ്ഥയിൽ ഒട്ടും ഹെൽത്ത് ഓക്കെ അല്ലാത്ത വ്യക്തികളെ എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ അസുഖം എങ്ങനെ അത് മാറാത്തതിന്റെ അല്ലെങ്കിൽ ആ ഒരു അസുഖം കൊണ്ട് നിങ്ങൾ വല്ലാതെ വലയുന്ന ഒരു അവസ്ഥയിൽ കാണുന്ന ഒരുപാട് പേരുടെ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുക്തി നേടാൻ പോകുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഡിവൈൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങളുടെ അസുഖം ഭേദമാകേണ്ടതായിട്ടുള്ള ഒരു സമയമായിരിക്കുകയാണ്. നിങ്ങൾക്കത് ഉടനെ തന്നെ നിങ്ങളുടെ അസുഖം എല്ലാം ഭേദമാകാൻ പോകുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ട്രൂ ലവ് തന്നെ, ഞാൻ അത് ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ട്രൂ ലവ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലവ് നഷ്ടപ്പെട്ടതിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവിടെ എനിക്ക് 8 കപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോ അങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഒരുപാട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇനിയത്തെ സിറ്റുവേഷൻ ഒന്നും അറിയാതെ നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക്
ഒരുപക്ഷെ എല്ലാവരുടെ അല്ല, ചിലവരുടെ മാത്രമാണ് അങ്ങനെ പോകുന്നത്. എല്ലാവരും തിരിച്ചു വരുമെന്ന് ഞാൻ പറയുന്നില്ല. പോയിരിക്കുന്ന വ്യക്തികൾ നല്ല അതിൽ ട്രൂ ലവ് ആയിട്ടുള്ള വ്യക്തികൾ, അത് നിങ്ങളുടെ ആ ഒരു ലവ് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. ചില വ്യക്തികളുടെ തിരികെ വരില്ല, പോയിരിക്കുന്നവര് തിരികെ വരില്ല. നിങ്ങൾ അവരുടെ ഓർമ്മകളുമായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയുടെ കൂടെ ആവാൻ പോയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല. അപ്പോ അങ്ങനെ മറ്റൊരു വ്യക്തിയുടെ പോയ വ്യക്തികളെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരെ തിരിച്ചു വരില്ലായിരിക്കാം. വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അല്ലാതെ നിങ്ങൾ ട്രൂ ലവ് ആയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സാഹചര്യം മൂലം പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ വരുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്, മറ്റൊരു ലവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു നല്ല സ്നേഹം ട്രൂ ലവ് ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ലവ് വരുന്നുണ്ട്. നല്ലൊരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ വ്യക്തിയെ പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കി ഇട്ടേക്കുക. നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, കോണ്ടാക്ട് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല, അത് മറ്റൊരു വഴിയെ പോയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ അത് വിട്ടേക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചിലരുടെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരു ഹാങ്ഡ്മാൻ സിറ്റുവേഷൻ ആണ്, ഒരു കോണ്ടാക്റ്റും ഇല്ല, എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വല്ലാത്തൊരു സിറ്റുവേഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ, ഒരു പക്ഷെ നിങ്ങളുടെ ഭർത്താവാകാൻ നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ വിഷമിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രോബ്ലം ഒക്കെ ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ചിലരുടെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മാറ്റം വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരില്ലെന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളൊരു ജോലിക്കായിട്ട് ആഗ്രഹിക്കുകയോ ജോലിക്ക് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുക. തീർച്ചയായിട്ടും അതൊക്കെ ലഭിക്കുമെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിൽ കിട്ടും. നിങ്ങൾക്കത് ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ചിലർക്ക് നിങ്ങളുടെ ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് നേരം ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്ത് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ആ ഒരു എനർജിയിൽ ഇവിടെ വളരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. കുടുംബത്തെ ഒരുപാട് ഭാരങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ്, ജോലി സ്ഥലത്തെ ഒരുപാട് പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ അലട്ടുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ജോലി സ്ഥലത്താണ് നിങ്ങളുടെ ആ ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ബുദ്ധിമുട്ടാണ്, മറ്റൊരു ജോലി ലഭിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു നല്ല ജോലിക്കായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നു, പലരും പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ മറ്റൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഇവിടെ കാണുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല സാലറിയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ജോലിയൊക്കെ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാണുന്നുണ്ട്. ചിലർക്ക് ഇവിടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾ വിദേശത്തൊക്കെ പോകാനൊക്കെ സ്കോളർഷിപ്പോടുകൂടി പഠിച്ച് ജോലിയിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു അവസരം, അല്ലെങ്കിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള ഒരു വിദേശത്തൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം, നമ്മുടെ നാട്ടിലായാലും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ, ഇന്ത്യയിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനൊക്കെ ഉള്ള ഒരു അവസരം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കരിയർ ഫോക്കസ് ചെയ്ത് കൂടുതൽ പഠിച്ച് ഉയരങ്ങളിലേക്ക് പോയി നല്ലൊരു ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങൾ അതായത് വിദേശത്ത് പോയി പഠിക്കാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്ക് ട്രൈ ചെയ്യുന്നു, അതിനായിട്ട് ലോൺ വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ടുള്ള നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കും. അതായത് നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ അതിന് ലോൺ ലഭിക്കാനോ വിസ വരാനോ പാസ്പോർട്ട് അങ്ങനെയല്ല എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിവൈൻ ടൈം നിങ്ങൾക്കായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതിനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും കേട്ടോ. അതിന് സമയമായിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി ഉണ്ട്, ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ധാരാളം പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസും ക്യൂൻ ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. അതൊരു ജോഡി തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങളുടെ വീടോ സാമ്പത്തികമോ അങ്ങനെ നിങ്ങൾ വലിയ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിൽപ്പെട്ട രീതിയിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആയിരുന്നിരിക്കാം. അതായത് നല്ല സാമ്പത്തികമുള്ള കുടുംബത്തെയോ നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നവരോ ആയിരുന്നിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ ലഭിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്.
അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫ് ആവാം, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വത്തും പണവും വീടോ കാറോ ഒക്കെ ആവാം, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ഡിവൈൻ ടൈം ആയിട്ടുണ്ട്. ഏതോ ഒരു ക്യൂന് എനർജിക്കും, അതായത് ക്യൂൻ എന്ന് പറഞ്ഞാൽ ലേഡീസിന്റെ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്നവർ ഇപ്പം എല്ലാം നഷ്ടപ്പെട്ട് വെറും പുവറായി പാവപ്പെട്ടവരായിരിക്കുന്ന ഒരു എനർജി ഉള്ളവർക്കും, അതുപോലെ ജെൻസ് ആയിട്ടുള്ള ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്വത്തും പണമൊക്കെ പണ്ടുണ്ടായിരുന്ന വ്യക്തികൾ, അതുപോലെ ഒന്നുമില്ലാതെ പാപ്പരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ആ ഒരു സമയം നല്ലൊരു സമയത്തിലേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷന്, തീർച്ചയായിട്ടും അല്ലെ. നമുക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ പേര്. എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവരും ഉണ്ടാവും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള ആ ഒരു ഡിവൈൻ ടൈം ആയിരിക്കുന്നു എന്ന് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാൻ പറ്റുന്നുണ്ട്. യൂണിവേഴ്സ് മെസ്സേജ് തരുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ ഡിവൈൻ ടൈം ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികമായിട്ട്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം വരാൻ പോകണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. ഒരുപാട് നാളുകളായി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്കിലായിരുന്നു. വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു കാണുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് റിസൾട്ട് ആകാൻ പോവാണ്. ചിലവര് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പാഷന് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ആരും കൂടെ ഇല്ലാത്ത, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി ജീവിക്കാൻ എന്താണ് മുന്നോട്ടേക്ക് എന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കഴിവുകളെ കണ്ടെത്തി വികസിപ്പിച്ച് അത് പുറത്തെടുത്ത് നിങ്ങളത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലാക്കി, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. പല കാര്യങ്ങൾക്കും ഡിവൈൻ ടൈം ആകാൻ കാത്തിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്, പ്രാർത്ഥനയോടെയും മാനിഫെസ്റ്റേഷനോടെയും. അതുപോലെ നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കാത്തിരിക്കുന്ന വ്യക്തികളോട് പറയുന്നത് നിങ്ങളുടെ പലരുടെയും പെർഫെക്റ്റ് ടൈം ആയിട്ടുണ്ട്, ആ ഒരു ഡിവൈൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ മാനിഫെസ്റ്റ് ചെയ്ത് മടുത്തിട്ടുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് മടുത്തിട്ടുണ്ടാവാം. ഇനി ഇത് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ടൈമിലാണ് അത് നിങ്ങൾക്ക് ലഭിക്കുക. എന്താണല്ലോ ഇത് ഡിവൈൻ ടൈം ഉണ്ട്. അപ്പൊ ആ ഒരു ടൈം ആയെന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ കേട്ടോ. അപ്പോൾ എപ്പോഴും എവിടെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് തരാനായിട്ട് റെഡിയായി തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ടൈം യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ മാത്രമേ നിൽക്കൂ. ആ ഒരു ടൈമിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, ആ ഒരു ഡിവൈൻ ടൈമിൽ. അപ്പൊ നിങ്ങൾ ചിലരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചിലതിനെയൊക്കെ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ, അതിനെയൊക്കെ നിങ്ങൾ റിലീസ് ആക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ പഴയ ഓർമ്മകളാവാം, അല്ലെങ്കിൽ നിങ്ങളിലെ ഈഗോ ആവാം, അല്ലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലുള്ള മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്ത ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാവാം. അതിനെയൊക്കെ നിങ്ങൾ റിലീസ് ആക്കുക, അതിനെയൊക്കെ മോചിപ്പിക്ക് വിട്ടുകളയാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതിനെ വിട്ട് നിങ്ങൾ ഫ്രീ ആകാൻ പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരൂ. അതായത് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചെങ്കിലേ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരികയുള്ളൂ. ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയണം. നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാനുള്ള ഒരു ടൈം ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളൊരു വ്യക്തിയെ കണ്ടുമുട്ടിയത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാനായിരിക്കും. ആ ഒരു വ്യക്തിയിലൂടെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാകാം. അപ്പൊ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തിയതിനു ശേഷം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അവർ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾക്കൊരു ലെസൺ തരാനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ആക്കാനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേദനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാനാവാം. അവരുടെ ഈ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിയെ തന്നെ ഓർത്തിരിക്കേണ്ടതില്ല. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയെങ്കിൽ അവർ പോവേണ്ടതായതുകൊണ്ട് പോയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളും വിചാരങ്ങളുണ്ട്, നിങ്ങൾ അതിനെ റിലീസ് ആക്കുക, നിങ്ങൾ അതിനെ നിങ്ങളുടെ മനസ്സിന് പൂർണ്ണമായും വിട്ടുകളയുക. നിങ്ങളുടെ ലൈഫ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരണമെങ്കിൽ ചിലത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാനുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങളൊന്ന് ഫ്രീ ആവാനുണ്ട്, നിങ്ങളുടെ മനസ്സ് ഫ്രീ ആവാനുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വരികയുള്ളൂ. ഇവിടെ ചിലര് റിലീസ് ആകാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എൻഡാവുന്നു. നിങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ, നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളുടെ മാറുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബിഗിനിങ് നടക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്. ഒരു സ്പിരിച്വലി ട്രാൻസ്ഫർമേഷൻ, നിങ്ങളുടെ സോൾ പർപ്പസ് അതായിരിക്കും ചിലരുടെ. അപ്പൊ ആ ഒരു സോൾ പർപ്പസിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ കടമകളൊക്കെ പൂർത്തിയാക്കി, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ കടമകളെല്ലാം നിങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ സോൾ പർപ്പസ് ആയ, നിങ്ങളുടെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു പെർഫെക്റ്റ് ടൈം, ഡിവൈൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ടൈം ആയോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു ടൈം ആണോ എന്ന് സംശയിച്ചിരുന്നെങ്കിൽ ആ ഒരു ടൈം ചിലർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാവാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇവിടെ ചില വ്യക്തികൾ നല്ല സുന്ദരികളായിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന നല്ല ഒരു വിഷനുള്ള, നല്ല സ്വപ്നങ്ങളുള്ള, ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട്. ജെന്റ്സിന്റെ എനർജി കാണുന്നുണ്ട്. അവർക്ക് ഒരു വലിയ ഡ്രീമുകളുണ്ട്. അപ്പൊ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരുപാട് ഡ്രീമുകളുള്ള വ്യക്തികളെയാണ് എനിക്ക് കാണുന്നത്. അതൊരു കിങ് ഓഫ് എനർജി, ക്യൂൻ ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവര് ഒരുപാട് ആർട്ട്, കലയെ വളരെയധികം സ്നേഹിക്കുന്നവരാവാം. സ്റ്റാർ, അതായത് കലാകാരികളും കലാകാരന്മാരും ആകാൻ നിയോഗിക്കപ്പെട്ടവരാവാം, അല്ലെങ്കിൽ കലാകാരികളാവാം, കലാകാരന്മാരാവാം. അപ്പോൾ അവര് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവര് അവരെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്ന, അവർക്ക് മറ്റുള്ളവരാൽ ആദരിക്കേണ്ട അല്ല അവർക്ക് ഒരു പേരും പ്രശസ്തിയും ലഭിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഏത് കലയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷൻ, ആ ഒരു രീതിയിൽ, നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടുന്ന ആ ഒരു പെർഫെക്റ്റ് ടൈമിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം, നിങ്ങളെ അറിയിക്കുന്ന ഒരു വീഡിയോ ആവാം ഇത്. ആ ഒരു രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പേരും പ്രശസ്തി ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൂടെ ധാരാളം പണം നിങ്ങൾ ഏൺ ചെയ്യുന്ന, ഒരുപാട് നിങ്ങളെ സ്വത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, ധാരാളം പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സായിട്ട് വരുന്നുണ്ട്, സമ്പത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജി ഇവിടെ പലർക്കും എനിക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് വന്നിരിക്കുന്നത് ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് ഒക്കെ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കൻ ഉണ്ട്, ജെമിനി ഉണ്ട്. അങ്ങനെ പല കാർഡുകളും എനിക്കിവിടെ, പല കാർഡുകളുടെ എനർജി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ റിലേഷൻഷിപ്പിലൊക്കെ ബർഡൻ ആയിരിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. ചില റിലേഷൻഷിപ്പ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഹാർഡ് വർക്ക് ജോലിയിലൊക്കെ ഒരുപാട് പ്രോബ്ലം ഒക്കെ ഉള്ളവരെ കാണുന്നുണ്ട്. ഒത്തിരി പ്രോബ്ലംസ്, ചിലപ്പോൾ നിങ്ങളുടെ ചെയ്യുന്ന സ്ഥലങ്ങളിലെ ബിസിനസ്സിലെ കോമ്പറ്റീഷൻ അനുഭവപ്പെടുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജി ഒക്കെ ഉണ്ട്. ചിലർക്ക് വലിയ അബണ്ടൻസ് ആണ് കാണിക്കുന്നത്, വലിയ അബണ്ടൻസ് മാനിഫെസ്റ്റേഷന് റിസൾട്ടാണ്. ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ കരിയർ ആണ്, ഒരുപാട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഗ്രോത്ത്, അച്ചീവ്മെന്റ്സും ഒക്കെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിലൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നല്ല പ്യുവർ ലവും, ട്രൂ ലവ്, ഹാർമണി, സന്തോഷം, നല്ല റിലേഷൻഷിപ്പ്, പുതിയ റിലേഷൻഷിപ്പ്, അല്ലെ പുതിയ മാരേജ്, പലരുടെ മാരേജിന്റെ സമയമാണ്. ട്രൂ ലവ് അനുഭവിക്കാൻ പോകുന്നു, രണ്ടുപേര് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരാൻ പോകുന്നുണ്ട്, മാരേജ് നടക്കാൻ പോകുന്നുണ്ട്. ട്രൂ ലവ് ആണ്, പുതിയ ലവ്, ന്യൂ ലവ്, ഡിവൈൻ ലവ് എന്നൊക്കെ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക്, ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം, കറക്റ്റ് ടൈമായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ചിലർ ഒന്നിക്കാൻ പോകുന്നുണ്ട്, നല്ല ട്രൂ ലവ്, ടുഗദർ ഒരുമിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഡീപ്പ് ലവ് ഒക്കെ എനിക്കിവിടെ കാണുന്നുണ്ട്. ചിലർക്ക് നിങ്ങൾ വളരെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്, സെൽഫ് ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് നല്ല രീതിയിൽ നിങ്ങളൊരു വളരെയധികം ഇമ്പ്രൂവ് ആകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾ
പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മണിയൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെൽത്ത് സെക്യൂരിറ്റി പലർക്കും ഉണ്ടാവുന്നതായിട്ട് പലർക്കും വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുള്ളതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. നിങ്ങളത് കാണാതിരിക്കരുത്. തീർച്ചയായിട്ടും കാണുക. അതിലൂടെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഇരുന്നാൽ ഈ ഒരു ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഫാമിലിമനായാലും പെൻഡിക്കിൾസ് സാമ്പത്തിക ബുദ്ധിമുട്ടിലായാലും എന്ത് പ്രോബ്ലംസിൽ പെട്ടിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്കൊന്ന് ചലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ജോലിയൊന്നും ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കും. നിങ്ങൾക്കത് ലഭിക്കും തീർച്ചയായിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് പോകണം. വെറുതെ ഇരുന്നാലൊന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ വരും. അപ്പം എന്ത് പ്രോബ്ലം ആയാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്, ഡിവൈൻ ടൈം ഉണ്ട്. ആ ഒരു ടൈമിലേ എത്തുകയുള്ളൂ. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അതെല്ലാം എത്തും. നിങ്ങൾ വിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ആക്കേണ്ടത് അല്ലെങ്കിൽ കളയേണ്ട കാര്യങ്ങളൊക്കെ കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ ലൈഫിലൊരു സംഭവം വരണമെങ്കിൽ അതിനൊരു ഒഴിവുണ്ടായിരിക്കണം, എങ്കിലേ വരൂ. അപ്പം പഴയ വ്യക്തിയുടെ ഓർമ്മകളോ പഴയ കാലത്തിന്റെ ഓർമ്മകളോ ഒക്കെ മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അതിനെയൊക്കെ പൂർണ്ണമായും വിട്ട് കളയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ലൈഫിലേക്ക് വേണ്ടത് വരികയുള്ളൂ. നിങ്ങൾ പൂർണ്ണമായി ഒന്നുകൂടെ നിങ്ങളെ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ല ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരില്ല. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളയേണ്ടതുണ്ട്. ആരോടെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചവരുണ്ട്, അവരോട് നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് വിഷമിക്കുന്ന അത് കളയാതെ, ആ ഒരു നെഗറ്റീവ് എനർജീനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി വരില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി വരില്ല. അപ്പൊ അത് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, പഴയത് മറ്റുള്ളവരുള്ള വെറുപ്പും വിദ്വേഷം കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരൂ. അതുകൊണ്ട് അത് ഒരുപക്ഷെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങളത് കാണുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മനസ്സ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഡിവൈൻ ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പേര് റെസിനേറ്റ് ആയില്ലെങ്കിൽ രണ്ടാമത്തെ പേരും കൂടെ ഫുള്ള് കണ്ടു നോക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പൊ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവാതിരിക്കില്ല. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ലെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്കിനും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുവാണ്. നിങ്ങൾ വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ റെസിനേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.